എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഏതെങ്കിലും വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ പെട്ടെന്ന് എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കരുതി കൂട്ടി വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് കറക്റ്റായിട്ട് സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വേറെ വണ്ടി എതിരിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ സൈഡ് ചേർത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാം. നോക്കി നിങ്ങൾ, ഞാനിപ്പം ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ല? എന്തോ ഞാൻ ഇനി ഇവിടുന്ന് ലെഫ്റ്റാണ് പോകുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ കൊടുത്തു പതിയെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. നോക്കുക നിങ്ങൾ, പതിയെ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് ചേർത്തെടുത്തു പതിയെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റോട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നോക്കുക, വളരെ മെല്ലെ പോവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ കുറച്ച് വീതി കുറഞ്ഞ റോട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പോകണം. ഇതിൽ നിന്ന് വാഹനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം സൈഡാക്കി നിർത്താൻ വേണ്ടിയിട്ടൊക്കെ പറ്റണം. വളവുകളിൽ കൃത്യമായിട്ട് ഹോൺ അടിച്ചിട്ട് പോവുക. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ നോക്കുക. കണ്ടില്ലേ? ചെറിയ റോഡാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് പതിയെ വണ്ടി എടുക്കുന്നു. അധികം സ്പീഡില്ലാതെ വണ്ടി പോകുന്നു. കണ്ടില്ലേ? ഇവിടെ വീണ്ടും ഒരു വളവുണ്ട്, ഇറക്കമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പതിയെ എടുക്കുകയാണ്. എന്തെങ്കിലും പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ നിർത്തണം. വലിയ പ്രശ്നമുണ്ടെങ്കിൽ നിർത്തണം. അങ്ങനത്തെ വഴിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരം റോഡുകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യേണ്ടി വരാം. പിന്നെ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലൊക്കെയാണ് നിങ്ങൾ താമസമെങ്കിൽ അവിടെ ഇത്തരം റോഡുകളായിരിക്കും. ചിലപ്പോൾ ടൗണിൽ തന്നെ നിങ്ങളുടെ ഹൗസിംഗ് കോളനിയുടെ അടുത്തേക്കൊക്കെ പോകുന്ന വഴി ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വളരെ വീതി കുറഞ്ഞ വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം വഴികളിലൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. നോക്കി പോവുക. ഇവിടെ നിങ്ങൾ അധികം സൈഡ് ചേർത്ത് പോകണ്ട. വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സൈഡാക്കിയാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതേ വീതി കുറഞ്ഞ റോഡാണ്. പിന്നെ വീണ്ടും സൈഡ് ചേർക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി അവിടെ ഇവിടെയൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് റോഡിൽ നിന്ന് ഒരുപാട് പുറത്തേക്ക് പോകും. റോഡിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കൺട്രോൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് വണ്ടിയുടെ പുറത്ത്. അപ്പം അത് ശ്രദ്ധിക്കണം. ഉണ്ടല്ലേ? ഇതേപോലെ നമുക്ക് പതിയെ ഡ്രൈവ് ചെയ്ത് പോകാം. നോക്കുക, ഈ ഒരു വഴിയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്നൊരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? സൈഡാക്കി നിർത്തേണ്ടി വരും. വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. നോക്കുക, ഇത് കയറ്റമാണ് വളവുമാണ്. ഇതാ ശ്രദ്ധിച്ചെടുക്കണം. കയറ്റവും വളവും ഇങ്ങനെ ശ്രദ്ധിച്ചെടുക്കുന്നു. സ്റ്റിയറിങ് സ്റ്റഡിയാക്കി പതിയെ കയറി പോകുന്നു. നോക്കി നിങ്ങൾ, പതിയെ കയറി പോകുന്നു. ഇപ്പോൾ വലിയ വളവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയ വളവുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അമിത വേഗതയിൽ ഡ്രൈവ് ചെയ്യരുത്. പലപ്പോഴും ആളുകൾ ചെറിയ വഴിയിലെത്തുമ്പോൾ ഇനി എതിരെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അടിച്ച് വളരെ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. പെട്ടെന്ന് എതിരെ വരുന്ന വണ്ടിയും അതേപോലെയൊക്കെ വിചാരിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിലോ മിക്കവാറും അപകടം ഉറപ്പാണ്. ഇപ്പം ഇങ്ങനെയുള്ള വഴികളിലൊക്കെ സ്കൂട്ടിയൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അധികം സൈഡ് അടുപ്പിച്ചിട്ടൊന്നും ആയിരിക്കില്ല വരിക. സെൻറ്ററിൽ തന്നെ വരുന്ന വണ്ടികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് നല്ലോണം നോക്കുക. അവർക്കൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അപ്പം എപ്പോഴും ചെറിയ വണ്ടി വലിയ വണ്ടിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ തെറ്റ് ആരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ വലിയ വണ്ടിക്കാരെയാണ് അധികം എല്ലാവരും പറയുക. അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സ്കൂട്ടിയുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ വണ്ടി കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ? ഞാനിപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. റോഡിൻ്റെ കണ്ടീഷൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഞാനിപ്പം സൈഡ് ചേർത്ത് എങ്ങനെയാണ് പോകുന്നതെന്ന് കണ്ടില്ലേ? ഇതേപോലെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം.
ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ തിരക്കുള്ള റോഡിലൂടെ മാത്രമല്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റോഡുകളിലൂടെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ പിന്നെ എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്